എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്കോട്ടയും വിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിക്കു പറയങ്ങാടൻ. നിങ്ങളൊരു ചിക്കൻ ലവറാണോ? KFCയിലെയും ചിക്കിങ്ങിലെയും ഒക്കെ ആ ഒരു കോമൺ ടേസ്റ്റിൽ നിന്ന് ടു വാണ്ട് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് എങ്കിൽ നിങ്ങൾ മസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പ്ലേറ്റഡ്. എന്താണ് പ്ലേറ്റഡ് എന്നല്ലേ? ഫ്രൈഡ് ചിക്കൻ്റെയും ബ്രോസ്റ്റഡ് ചിക്കൻ്റെയും പിന്നെ ഷേക്സ്, മൊഹിറ്റോസ്, ബർഗേഴ്സ്, ഡെസേർട്ട്സ്, അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ്, അതാണ് പ്ലേറ്റഡ്. അങ്ങനെ നമ്മളും പ്ലേറ്റഡിലെത്തിയിരിക്കുകയാണ്. രണ്ടനന്തരവന്മാരും കൂട്ടത്തിലുണ്ട്. അങ്ങനെ നമ്മൾ വന്നു, മെനു ഒക്കെ ഒന്ന് നോക്കി സംഭവം ഓർഡർ ചെയ്തു. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് മെസ്സി ഫ്രൈസാണ്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസും പിന്നെ ചിക്കൻ പോപ്സും, അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു ചീസ്, മെൽറ്റഡ് ചീസ്, പിന്നെ ഒരു സോസ്, ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള അവർ തന്നെ ഒരു സോസ്, അതൊക്കെ കൂടെ ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത്, അതാണ് മെസ്സി ഫ്രൈസ്. സംഭവം പൊളിയായിരുന്നു. നമുക്കൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ പറയാൻ പറ്റിയ ഒരു നല്ല സാധനം, അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മൾ 2 ഷെയ്ക്ക് ഓർഡർ ചെയ്തിരുന്നു. ലോട്ടസ് ബിസ്കോഫ് ഷേക്കും പിന്നെ ന്യൂട്ടല്ല ഷേക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടമായതാണ് ലോട്ടസ് ബിസ്കോഫ് ഷേക്കായിരുന്നു. അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ന്യൂട്ടല്ല ഷേക്ക് അവർക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു ബർഗർ, അവരുടെ ഒരു എക്സൽ ബർഗർ, ഇതിൻ്റെ പേര് പറയാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും നിങ്ങൾ ഇതിൻ്റെ പേര് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ അത്ര നല്ല ടേസ്റ്റുള്ള, നല്ല ഫില്ലിംഗ് ഉള്ള, ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അടിപൊളി ഒരു ബർഗറായിരുന്നു ഇത്. അതുപോലെ ഇതിൻ്റെ പേരെന്താണെന്നല്ലേ, പാപ്രിക്കാസില എക്സൽ ബർഗർ എന്നാണ് ഇതിൻ്റെ പേര്. അതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങളിവിടെ പോകുന്നുണ്ടെങ്കിൽ ഓർത്തണം. അതിനുശേഷം ഒരു കുഞ്ഞ് റാപ്പ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു, ക്രഞ്ചി റിച്ച് റാപ്പ്. അത് നമ്മുടെ ലെറ്റ്യൂസും പിന്നെ ചീസും ചിക്കൻ സ്ട്രിപ്സും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരുന്നത്. സംഭവം കോമൺ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞൻ റാപ്പ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു വാട്ടർ മെലൺ മൊഹിറ്റോ ആയിരുന്നു. സംഭവം കിട്ടു. അത് അധികം മധുരമില്ലായിരുന്നു, മധുരം ഇച്ചിരി കുറവായിരുന്നു, പക്ഷേ സംഭവം ടേസ്റ്റി ആയിരുന്നു. ദായി വരുന്നത് അവരുടെ മറ്റൊരു കിഡിലൻ ഐറ്റമാണ്, അവരുടെ മിക്സഡ് സ്മോൾ ബൈറ്റ് എന്ന് പറയുന്ന ഒരു ഡിഷ്. യെസ്, ഇത് പറഞ്ഞ സിഗ്നേച്ചർ ഐറ്റമാണ് മിക്സഡ് സ്മോൾ ബൈറ്റ്. അതിൻ്റെ 830 rupees പ്ലേറ്റിന് വരുന്നത്. 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൈസ് ആണ് വരുന്നത്. 6 വ്യത്യസ്ത തരത്തിലുള്ള ചിക്കൻ ഫ്രൈസ്, അതുപോലെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ ഡിപ്പ്, ബണ്ണ്, അതും എല്ലാം അടങ്ങിയത്. 830 rupeesന് ഇത് വളരെ വർത്തായിരുന്നു. കാരണം 6 വലിയ പീസിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പ്രിപ്പറേഷൻ, 6ൽ നിന്നും നമുക്ക് 6 തരത്തിലുള്ള രുചിയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഒരു ബ്രില്യൻ്റായ ഷെഫിന് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ ഷെഫ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഐറ്റമാണ് തായി കാണുന്ന ഇവരുടെ ചീസ് മീൽ. 2 പീസ് ഫ്രൈഡ് ചിക്കനും പിന്നെ ബണ്ണും ഡിപ്പും ഫ്രഞ്ച് ഫ്രൈസും, അതൊക്കെയാണ് ഈ കോംബോയിൽ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത അതല്ല, ഈ സംഭവം ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഉള്ളിൽ ഇവർ ചീസില്ല, നമ്മുടെ മെൽറ്റഡ് ചീസ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രില്യൻ പ്രിപ്പറേഷൻ അല്ലേ. ലാസ്റ്റ് അവരൊരു കോക്ക് ഫ്ലോട്ടും ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ഐസ്ക്രീമും അതും കഴിച്ചാണ് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്നല്ലേ? കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ കളക്ട്രേറ്റിൻ്റെ ട്രാഫിക് ഐലൻഡിൻ്റെ ആ ജംഗ്ഷനിൽ നിന്ന് ബസേലിയസ് കോളേജിലേക്കൊക്കെ പോകുന്ന ആ റോഡ് അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് പോകും കേട്ടോ പ്ലേറ്റിലേക്ക്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.